പതിവ് തെറ്റിക്കാതെ അച്ഛൻ തിരുമേനി കുളിച്ച് വെളുപ്പിനെ തന്നെ കൃഷ്ണനെ കാണാൻ നട തുറന്ന് അകത്ത് ചെന്ന് നോക്കിയപ്പോൾ കണ്ണൻ എവിടെയില്ലല്ലോ. വിളിച്ചു, കണ്ണാ കണ്ണാ, ഇവിടെയില്ലല്ലോ. ഇനി ഇന്ന് എന്താണാവോ കുറുമ്പ് ഒപ്പിക്കാൻ പോണേ. പിന്നെയും ഒന്ന് വിളിച്ചു, ഉണ്ണീ, ഇല്ല, കാണണില്ലല്ലോ. ചെറിയൊരു വിളക്കിൻ്റെ നാളത്തിൽ നോക്കിയപ്പോഴെന്താ, കണ്ണൻ ഉറങ്ങണു, പുതച്ചു മൂടി കിടന്ന് ഉറങ്ങണു. ഇതെന്താ ഈ കുട്ടി ഇന്നിപ്പം ഇങ്ങനെ? അടുത്ത് ചെന്ന് പതുക്കെ ഒന്ന് തലോടി. ഈശ്വരാ, നല്ല പനി. ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെ എൻ്റെ കൃഷ്ണ? ആ തലോടലിൽ കണ്ണൻ പയ്യെ കണ്ണ് തുറന്നു. അച്ഛൻ തിരുമേനിയുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു. മുഖത്തെ സങ്കടവും കണ്ടപ്പോൾ കൃഷ്ണൻ ഒന്ന് പുഞ്ചിരിച്ചു. അച്ഛൻ തിരുമേനി എത്തിയോ? എനിക്ക് നല്ല പനി, ചുമയുണ്ട്. സാരില്ല, കുളിക്കാൻ സമയമില്ലേ? ഇന്ന് ചൂടുവെള്ളത്തിലായാലോ അഭിഷേകം? തിരുമേനിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അച്ഛൻ തിരുമേനി വിഷമിക്കണ്ട, ചെറിയ ചൂടുവെള്ളത്തിൽ അഭിഷേകമൊക്കെ കഴിഞ്ഞ് തിരുമേനിയുടെ രാസ്നാഥ എടുത്തിൻ്റെ നെറുകയിലൊന്ന് തൂത്ത് ഒന്ന് ഊതിക്കഴിഞ്ഞാൽ പോകാനുള്ള പനിയേ ഉള്ളൂ. ഇതൊക്കെ ഇനിയിപ്പോൾ എന്നാലും മാറിയില്ല ആച്ചാ. ഇന്ന് നമുക്ക് പാൽപ്പായസം വേണ്ട, പാനകം മതി. ഇച്ചിരി കുരുമുളകും ചുക്കും ഒക്കെ ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ എരിവ് ചെന്ന് കഴിയുമ്പോൾ കണ്ണന് പനിയൊക്കെ മാറും. തിരുമേനി ഉണ്ണിക്കണ്ണനെ കെട്ടിപ്പിടിച്ച് കണ്ണാ എന്ന് പറഞ്ഞ് കണ്ണുകൾ നിറഞ്ഞൊഴുകുമ്പോൾ കണ്ണൻ ആ കള്ളച്ചേരി വെച്ച്, ഭഗവാനെ